ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലെ രുചി നമ്മുടെ വീട്ടിലെത്തിച്ചാലോ? ഒരു നല്ല നെയ് റോസ്റ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഇതിന് വേണ്ടതായിട്ട് നമുക്ക് എടുക്കാം. 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂണ് ഉലുവ. ഇനി നമ്മൾക്ക് ഇത് വെള്ളത്തിലിടാം. 3-4 മണിക്കൂർ നേരം ഇത് വെള്ളത്തിലിട്ട് നമുക്ക് കുതിർത്തി വയ്ക്കാം. 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നേരം വെള്ളത്തിലിടാം. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ ഇതൊരു ജാറിലിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നെയ് റോസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലൊഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. അങ്ങനെ ഇനി നമ്മുടെ ഉഴുന്ന് അടിച്ച് വന്നപ്പോൾ നമ്മളൊരു 1/2 കപ്പ് ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് അടിച്ചു വന്നു. ഇനി നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിന് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. അങ്ങനെ നമ്മുടെ ദോശ നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത്. ഇനി ഇത് ഞാൻ വൈകുന്നേരമാണ് ഈ മാവ് അടിച്ചു വയ്ക്കുന്നത്. ഈ നേരം വെളുക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരും. 8 മണിക്കൂർ നേരം വെച്ചാൽ മതി. മാവ് നല്ലപോലെ പൊന്തി വരും. മാവ് നമ്മുടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി നമ്മളിതിൽ ചേർത്തി കുറച്ചും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മാവ് ഇതേപോലെ നമ്മളാക്കിയെടുത്താൽ മതി. വറുത്ത അരിപ്പൊടി ആകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും മാവ്. ഇതേ പരുവത്തിൽ നമുക്ക് ആക്കി വയ്ക്കാം. ഇനി നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ പരത്തിയെടുക്കാം. ഇതേപോലെ നല്ലപോലെ പരത്തിയെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്ന് കാണുന്നെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു താങ്ക്സ് പറയും. ഇനി നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. അടിമൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇതിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ നമ്മുടെ ദോശ നെയ് റോസ്റ്റ് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നമ്മുടെ വീടുകളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെയ്യൊക്കെ പുരട്ടി നെയ് റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇത് ചട്നിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ രുചിയായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.